ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കേഡർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ കലാപങ്ങളെക്കുറിച്ച് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാ PSC പരീക്ഷകളിലും 5 മാർക്കിന് മിനിമം വരുന്ന ഒരു ഭാഗമാണ് കലാപങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് കേരളത്തിൽ നടന്ന കലാപങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ക്ലാസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലബാർ കലാപങ്ങളെക്കുറിച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഭാഗം വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ഭാഗം മലബാർ കലാപത്തെ തുടർന്നുണ്ടായ വാഗൺ ട്രാജഡി. മലബാർ കലാപത്തെ തുടർന്ന് കേരളത്തിൽ ഉണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപകാരികളെ കർണാടകയിലെ ബെല്ലാരിയിലെ ജയിലിൽ എത്തിക്കുന്നതിനായി അടച്ചുപൂട്ടിയ ചരക്കു തീവണ്ടിയിൽ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. യാത്രാമധ്യേ പോത്തന്നൂരിൽ വെച്ച് വാഗൺ തുറന്നു നോക്കിയപ്പോൾ 90 പേരിൽ 67 പേർ ശ്വാസം മുട്ടി മരണമടഞ്ഞിരുന്നു. വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് TH ഹിച്ച്കോക്ക്. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് ട്രെയിനാണ് MSLV V1711. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം ഒരു റാങ്ക് നിർണ്ണയിക്കുക ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ്. വാഗൺ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂർ. ഈ വാഗൺ ട്രാജഡിയെ കുറിച്ചുള്ള പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. മലബാർ കലാപത്തെ തുടർന്ന് കേരളത്തിൽ ഉണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപകാരികളെ കർണാടകയിലെ ബെല്ലാരിയിലെ ജയിലിൽ എത്തിക്കുന്നതിനായി അടച്ചുപൂട്ടിയ ചരക്കു തീവണ്ടിയിൽ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. യാത്രാമധ്യേ പോത്തന്നൂരിൽ വെച്ച് വാഗൺ തുറന്നു നോക്കിയപ്പോൾ 90 പേരിൽ 67 പേർ ശ്വാസം മുട്ടി മരണമടഞ്ഞിരുന്നു. ഇതാണ് വാഗൺ ട്രാജഡി ദുരന്തം. വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ TS ഹിച്ച്കോക്കും. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് ട്രെയിനാണ് MSLV 1711. വാഗൺ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷന് നേപ്പ് കമ്മീഷനും വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരുമാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂർ. ഇനി അടുത്തത് നമുക്ക് തളി റോഡ് സമരത്തെക്കുറിച്ച് പഠിക്കാം. കോഴിക്കോട് തളി ക്ഷേത്ര വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി നടന്ന പ്രതിഷേധ സമരമാണ് തളി റോഡ് സമരം. അയിത്തത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി നടന്ന ജനകീയ പ്രക്ഷോഭമാണ് തളി റോഡ് സമരം. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് C. കൃഷ്ണൻ. തളി റോഡ് സമരം നടന്ന വർഷം 1917. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയത് C. കൃഷ്ണൻ, KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യൻ, K. മാധവൻ നായർ. തളി റോഡ് സമരത്തെക്കുറിച്ച് ഒന്നുകൂടി പരിചയപ്പെടാം. കോഴിക്കോട് തളി ക്ഷേത്ര വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി നടന്ന പ്രതിഷേധ സമരമാണ് തളി റോഡ് സമരം. അയിത്തത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി നടന്ന ജനകീയ പ്രക്ഷോഭമാണ് തളി റോഡ് സമരം. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് C. കൃഷ്ണൻ. സമരം നടന്ന വർഷം 1917. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയത് C. കൃഷ്ണൻ, KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യൻ, K. മാധവൻ നായർ. ഇനി അടുത്തത് നമുക്ക് ചന്തലഹള എന്താണെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ചന്തയിൽ അവർണ ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെയുള്ള സമരം അറിയപ്പെട്ടതാണ് ചന്തലഹള. ചന്തലഹള നടന്ന വർഷം 1912. പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് പഠിച്ചത്. ചന്തലഹള നടന്ന വർഷം 1912. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ചന്തയിൽ അവർണ ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് ചന്തലഹള. ഈ 2 പോയിന്റുകളാണ് അതിൽ നിന്ന് പഠിച്ചത്. ഇനി അടുത്ത നമുക്ക് പ്രശസ്തമായ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പരിചയപ്പെടാം. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഏത് ക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെ അവർണർക്ക് നടക്കാനുള്ള അവകാശത്തിനായുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം? കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് 1924 മാർച്ച് 30.
വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹ ആശ്രമം ഏതായിരുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിന സത്യാഗ്രഹികൾ ആരെല്ലാമായിരുന്നു? യഥാക്രമം പുലയ, ഈഴവ, നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരമുറ എന്തായിരുന്നു? ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോവുക. ഇനി കുറച്ച് പോയിന്റുകൾ കൂടി പഠിക്കാണ്ട്. അപ്പോൾ ഇതുവരെ പഠിച്ച പോയിന്റുകൾ ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വഴിയിലൂടെ അവർണർക്ക് നടക്കാനുള്ള അവകാശത്തിനായുള്ള സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നും അവസാനിച്ചത് 1925 നവംബർ 23-നുമാണ്. അതായത് 1.5 വർഷത്തോളം ഉണ്ടായിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹ ആശ്രമം ഉള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിന സത്യാഗ്രഹികൾ പുലയ സമുദായത്തിൽ നിന്ന് കുഞ്ഞാപ്പിയും, ഈഴവ സമുദായത്തിൽ നിന്ന് ബാഹുലേയനും, നായർ സമുദായത്തിൽ നിന്ന് ഗോവിന്ദപ്പണിക്കറും. വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരമുറ എന്നത് ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോവുക. ഇതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരമുറ. ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത പോയിന്റാണ്, സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ഇ.വി. രാമസ്വാമി നായ്ക്കർ, സി.വി. കുഞ്ഞിരാമൻ. 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ വിഭാഗമാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭോജനശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ അകാലികളുടെ നേതാവിൻ്റെ പേര് ലാലാ ലാൽ സിംഗ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് M.E. നായിഡു. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് E.V. രാമസ്വാമി നായ്ക്കർ. ഈ E.V. രാമസ്വാമി നായ്ക്കർ തന്നെയാണ് വൈക്കം ഹീറോ എന്നും അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് റാണി സേതു പാർവതി ബായി. വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ടി. രാഘവയ്യ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിൽ എത്തിയ വർഷം 1925. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് അയിത്തം കൽപ്പിച്ച മനയാണ് കോട്ടയം ജില്ലയിലെ ഇണ്ടംതുരുത്തി മന. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി നിരീക്ഷകനായി അയച്ചതാണ് വിനോദ ഭാവെ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യൻ നേതാവാണ് ജോർജ് ജോസഫ്. ഒന്നുകൂടി പോയിന്റുകളിലേക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിലെ നേതാക്കൾ ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ഇ.വി. രാമസ്വാമി നായ്ക്കർ, സി.വി. കുഞ്ഞിരാമൻ. 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്നു. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ വിഭാഗമാണ് അകാലികൾ. അവർ വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭോജനശാല തുറന്നുകൊടുത്തു. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനും നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് M.E. നായിഡുമാണ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് E.V. രാമസ്വാമി നായ്ക്കറാണ്. ഇദ്ദേഹമാണ് വൈക്കം
ഹീറോ എന്ന പേരിലും അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് റാണി സേതു പാർവതിബായിയും ആ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ടി രാഘവയ്യയുമായിരുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം 1925. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് അയിത്തം കൽപ്പിച്ച മന കോട്ടയം ജില്ലയിലെ ഇണ്ടംതുരുത്തി മനയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി നിരീക്ഷകനായി അയച്ചത് വിനോബ ഭാവെയെ ആയിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യൻ നേതാവാണ് ജോർജ് ജോസഫ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യൻ നേതാവ് ജോർജ് ജോസഫ്. ഇനി അതിനെക്കുറിച്ചുള്ള ഒരു പോയിന്റ് കൂടി നമുക്ക് പരിചയപ്പെടാം. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷി ചിറ്റയെടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷിയാണ് ചിറ്റയെടത്ത് ശങ്കുപിള്ള. ഇനി അടുത്തത് നമുക്ക് ശുചീന്ദ്രൻ സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരമാണ് ശുചീന്ദ്രൻ സത്യാഗ്രഹം. ശുചീന്ദ്രൻ സത്യാഗ്രഹം ആരംഭിച്ചത് 1926 ഫെബ്രുവരി 19. ശുചീന്ദ്രൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സുബ്രഹ്മണ്യം പിള്ള, എം.ഇ. നായിഡു, ഗാന്ധിദാസ്. ശുചീന്ദ്രൻ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എം.ഇ. നായിഡും പ്രസിഡന്റ് എം. സുബ്രഹ്മണ്യ പിള്ളയുമായിരുന്നു. അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ സി. മുത്തുസ്വാമിയാണ്. ഗാന്ധിദാസ് എന്നറിയപ്പെടുന്നത് സി. മുത്തുസ്വാമിയാണ്. ഈ ശുചീന്ദ്രൻ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരമാണ് ശുചീന്ദ്രൻ സത്യാഗ്രഹം. സത്യാഗ്രഹം നടന്ന വർഷം 1926 ഫെബ്രുവരി 19. അതിന് നേതൃത്വം നൽകിയവർ സുബ്രഹ്മണ്യം പിള്ള, എം.ഇ. നായിഡു, ഗാന്ധിദാസ്. ശുചീന്ദ്രൻ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി എം.ഇ. നായിഡും പ്രസിഡന്റ് എം. സുബ്രഹ്മണ്യ പിള്ളയും വോളണ്ടിയർ ക്യാപ്റ്റൻ സി. മുത്തുസ്വാമിയുമായിരുന്നു. ഈ മുത്തുസ്വാമിയാണ് ഗാന്ധിദാസ് എന്നറിയപ്പെട്ടിരുന്നത്. ഇനി അടുത്തത് നമുക്ക് ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് പരിചയപ്പെടാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച ദിവസം 1930 ഏപ്രിൽ 13. ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ. കെ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 32. കെ. കേളപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥ കോഴിക്കോട്ട് നിന്ന് എവിടെ വരെയായിരുന്നു? പയ്യന്നൂർ വരെ. കെ. കേളപ്പൻ പയ്യന്നൂരിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 21. അത് നടന്ന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. കെ. കേളപ്പൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഉപ്പു സത്യാഗ്രഹം നയിച്ചത് മൊയാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിലെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൊയാരത്ത് ശങ്കരൻ. സത്യാഗ്രഹികൾക്ക് ആവേശം പകർന്ന വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. പാലക്കാട്ടു നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. ഈ ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് ഇതുവരെ പഠിച്ച പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച ദിവസം 1930 ഏപ്രിൽ 13. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ. കെ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ 32 പേർ പങ്കെടുത്തു. ഉപ്പു സത്യാഗ്രഹ ജാഥ കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂർ വരെയായിരുന്നു ഉണ്ടായിരുന്നത്. കെ. കേളപ്പൻ പയ്യന്നൂരിൽ ഉപ്പു നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 21. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ കേന്ദ്രം എന്നത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. കെ. കേളപ്പൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഉപ്പു സത്യാഗ്രഹം നയിച്ചത് മൊയാരത്ത് ശങ്കരൻ. ഈ മൊയാരത്ത് ശങ്കരനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി. സത്യാഗ്രഹികൾക്ക് ആവേശം പകർന്ന വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. പാലക്കാട്ട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ.
ഇനി ഇതിനെക്കുറിച്ചുള്ള ഒരു പോയിന്റ് കൂടിയും പഠിക്കാനുണ്ട്. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബെല്ലാരിയിലെ ജയിലിൽ അടക്കപ്പെട്ട് നിരാഹാരമനുഷ്ഠിച്ച് മരണമടഞ്ഞ മലയാളിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ഒന്നുകൂടി നോക്കാം. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബെല്ലാരിയിലെ ജയിലിൽ അടക്കപ്പെട്ട് നിരാഹാരമനുഷ്ഠിച്ച് മരണമടഞ്ഞ മലയാളിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ഏറ്റവും അവസാനത്തെ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിലായിരുന്നു? 1931 മേയിൽ വടകരയിൽ JM സെൻഗുപ്തയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ. ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് K കേളപ്പനും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി K കേളപ്പനുമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. അവസാനിച്ച വർഷം 1932 ഒക്ടോബർ 2. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ആദ്യ സത്യാഗ്രഹ സംഘത്തെ കണ്ണൂരിൽ നിന്ന് നയിച്ചത് T സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. കേരളത്തിന്റെ പാടുന്ന പടവൾ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് T സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. T സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ കേരളത്തിന്റെ പാടുന്ന പടവൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി EMS നമ്പൂതിരിപ്പാടാണ്. ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു. AKജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായത് PM കുമലാവതിയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ, അതായത് ബ്രാഹ്മണനല്ലാത്ത വ്യക്തി P കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1931 മേയിൽ വടകരയിൽ JM സെൻഗുപ്തയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം. ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് K കേളപ്പനും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി K കേളപ്പനുമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 അവസാനിച്ച തീയതി 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ആദ്യ സത്യാഗ്രഹ സംഘത്തെ കണ്ണൂരിൽ നിന്ന് നയിച്ചത് T സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. കേരളത്തിന്റെ പാടുന്ന പടവൾ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് T സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. T സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ കേരളത്തിന്റെ പാടുന്ന പടവൾ എന്ന് വിശേഷിപ്പിച്ചത് EMS നമ്പൂതിരിപ്പാട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നത് AK ഗോപാലനായിരുന്നു. AKജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായത് PM കുമലാവതി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ള. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ള. ഇതോടെ കേരളത്തിലെ കലാപങ്ങൾ എന്നീ അധ്യായം ഇവിടെ അവസാനിച്ചു. ആദ്യമേ ഞാൻ പറഞ്ഞു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഒരു പോയിന്റും വിടാണ്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പഠിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ഭാഗം ഇനിയും ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ആയിട്ട് ഇടണേ. അപ്പോൾ അടുത്തൊരു അധ്യായമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.